അങ്ങനെ ഞങ്ങൾ മാഡ്രിഡിൽ ഇറങ്ങി. ഞങ്ങൾ എന്നിട്ട് ബാർസലോണയിലേക്ക് വന്ന്. ബാർസലോണയിൽ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ഹോട്ടലിൽ റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു സ്ഥലങ്ങളൊക്കെ. ഒരു ജക്കൂസി ഉണ്ട് പുറയിൽ, വ്യൂ കാണാം. പുറയിലെ വ്യൂ കാണാം ഞങ്ങളുടെ ഹോട്ടലിലെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള. ഫെമീലിയ സഗ്രാഡിയ ചർച്ചാണത്. ഞങ്ങൾ ഒരു പ്ലാസയിൽ വന്നേക്കണതാണ്. സെൻറ്റ് ജോം, പ്ലാക്ക ഡി സെൻറ്റ് ജോം. നല്ലൊരു സ്ഥലമാണ്. കുറച്ച് ആക്റ്റീവ്, കുറച്ച് ക്രിസ്മസ് ലൈറ്റൊക്കെ കാണാൻ. അശ്വതി അവിടെ നടപ്പുണ്ട്. ഇവിടെ പോകണം. നല്ലൊരു സ്റ്റാറുണ്ട്. കുറേ ഓഫീസ് ബിൽഡിങ്ങൊക്കെ ഉണ്ട് ചുറ്റും. അവിടെ എല്ലാ സ്ട്രീറ്റിലും നല്ല ലൈറ്റാണ്. ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട്. നല്ലൊരു സ്ക്വയറാണ്. ഇവിടെ ഒരു ബാർസലോണ കത്തീഡ്രലുണ്ട്. അങ്ങോട്ടേക്കൊക്കെ പോകാൻ പോകണം. ഇത് ഒരു മാർക്കറ്റാണ്, ല ബൊക്കേറിയ മാർക്കറ്റ്. കുറേ കടകളും ഒക്കെ ഉള്ള സ്ഥലം. നടക്കാം അങ്ങോട്ടേക്ക്. ഇത് ലാ റാംബ്ല എന്ന് പറഞ്ഞ സ്ട്രീറ്റാണ്. സ്ട്രീറ്റിൽ കുറേ കടകളും ആൾക്കാർ നടക്കണമൊക്കെ. ഞങ്ങൾ ബാർസലോണ കത്തീഡ്രലിൽ വന്നേക്കണതാണ്. രാത്രിയാണ്. അപ്പോൾ വലിയ കത്തീഡ്രലാണ് ഇപ്പോൾ അടച്ചേക്കണതാണ്. ഇവിടെ ഒരു മാർക്കറ്റും നടപ്പുണ്ട് സൈഡിൽ, ക്രിസ്മസ് മാർക്കറ്റ്. നല്ല പള്ളിയാ. നാളെ എന്തെങ്കിലും അകത്തേക്ക് പോകണം. ഇന്ന് ഡിസംബർ 5 ഞങ്ങൾ സഗ്രഡ ബസിലിക്കയിലേക്ക് പോകണതാണ്. ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണേ. മെട്രോയിൽ ഇതേ ട്രെയിൻ വന്നുണ്ട്. ഇപ്പോൾ ഈ ട്രെയിനിലായിരിക്കും മിക്കവാറും പോണേ. ഈ ട്രെയിൻ തന്നെയാണെന്നാണ്. ഞങ്ങൾ ബസിലിക്കയിൽ പോകണതാണ്, സഗ്രഡ ഫെമിലിയ ബസിലിക്ക. ഇന്ന് ഞങ്ങൾ ഡിസംബർ 5 തേഴ്സ്ഡേ ഫെമിലിയ സഗ്രീഡ ബസിലിക്കയിൽ വന്നേക്കണതാണ്. ഇത് ഗൗഡിയുടെ ഒരു വർക്കാണ്. ഭയങ്കര ഫേമസ് വർക്കാണ്. ഭയങ്കര ഒരു പള്ളിയാണത്. ഇന്ന് ഞങ്ങൾ സഗ്രേഡിയ ഫെമിലിയ ബസിലിക്കയിൽ വന്നേക്കുന്നതാണ്. ഇത് ആർക്കിടെക്റ്റ് ഗൗഡിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വർക്ക്സാണ്. പള്ളിയുടെ അകമാണിത്. ഭയങ്കര ഒരു പള്ളിയാണ്. കുറേ പില്ലേഴ്സും ഒക്കെ. ആർക്കിടെക്റ്റ് ഗൗഡി മരിച്ചുപോയി, പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും കുറച്ചുകൂടിയും ബാക്കിയുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു ഡിഫറെൻ്റ് ആണ്. പില്ലറൊക്കെ നോക്കി ഒരു ഫോറസ്റ്റ് തീംഡാണ് കണ്ടത്. സ്റ്റെമ്മും മുകളിൽ ബ്രാഞ്ചൊക്കെ പോണ മാതിരി ഉണ്ട്. ഭയങ്കര ഡിഫറെൻറ്റ് യൂണീക്ക് ആർക്കിടെക്ചറാണ്. അതുപോലെ മുകളിൽ ബ്രാഞ്ചസ് പോണ മാതിരിയാണ് ബിൽഡ് ചെയ്തേക്കുള്ള. കുറേ സ്റ്റെയിനിങ് ഗ്ലാസ്. പില്ലേഴ്സ് ഓൾ അറൗണ്ട്.
അങ്ങനെ ഫാമിലിയ സഗ്രീഡ ബസിലിക്കനോട് ബൈ ബൈ പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകണതാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഞങ്ങൾ പള്ളിയുടെ സൈഡിലുള്ള പാർക്കിലാണ്. ഇവിടെ കുറച്ച് മരങ്ങളും കുറച്ചിങ്ങനെ വെള്ളവും ചെറിയ പോണ്ടും ലീക്കൊക്കെ ഉണ്ട്. ഉണ്ട് പള്ളി അവിടെ കാണാം. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നടുക്കൊരു വലിയ കുരിശ് വരാനുണ്ട് അവിടെയായിട്ട്. അവിടെ ഒരു മുകളിലേക്കൊരു കുരിശിൻ്റെ ഒരെണ്ണം കംപ്ലീറ്റ് ആവാനുണ്ട്. ഞങ്ങൾ ഗൗഡിയുടെ വേറൊരു ബിൽഡിങ് വന്നേക്കണതാണ്, ആർക്കിടെക്ചർ വർക്ക്. ഇതിൻ്റെ പേര് പാഡ്ര ലാ പഡ്രേറ കാസാമില്ല. കോൺസേർട്ടും എക്സിബിഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ് കാസാമില്ല. അകത്തേക്ക് പോകാം, പക്ഷെ ഞങ്ങൾ അകത്തേക്ക് പോകണില്ല. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് ഇവിടെ അതൊക്കെ കാണാൻ. ഞങ്ങൾ അടുത്ത ഗൗഡിയുടെ ആർക്കിടെക്ട് ബിൽഡിംഗ് കാണാൻ പോണേണ്. ഒരു നല്ല സ്ട്രീറ്റാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഇവിടെ ഓറഞ്ച് കിടക്കണം മരത്തേൽ. കൊള്ളാം. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ സൈഡിൽ റിലാക്സ് ചെയ്യുന്നു, ചായ കുടി. അപ്പുറത്തൊക്കെ കഫേസ്. ഈ സ്ട്രീറ്റിൽ നമുക്ക് രാത്രി വേണമെങ്കിൽ വരാം. സ്ട്രീറ്റിൻ്റെ ഡെക്കറേറ്റ് ചെയ്തേക്കണേ. രാത്രി നല്ലതായിരിക്കും. നമ്മുടെ സ്ഥലം ഇത് ഗൗഡിയുടെ അടുത്ത ആർക്കിടെക്ട് സ്ഥലമാണ്, കാസ ബാറ്റ്ലോ. ബേസിക്കലി ആ ബാൽക്കണിയും ആ ടൈൽസും പിന്നെ ആ ഒരു ഷേപ്പൊക്കെ യുണീക്കാണ് ഈ ഗൗഡിക്ക്. കുറച്ചൊക്കെ നമ്മൾ ഈ എന്താണ് പണ്ടത്തെ ഫെയറി ടെയിൽ ഇതൊക്കെ വായിക്കണ മാതിരി ആ ഒരു സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. കാസ ബാറ്റ്ലോ ഗൗഡി. ഇതേ അവിടെ ഉണ്ട് ഗൗഡിന്ന്. ഇതും ഒരു ഫേമസ് ബിൽഡിങ്ങാണ്, കാസ ആമറ്റ്ലർ. കാസ ബാറ്റ്ലോൻ്റെ തൊട്ട് സൈഡിൽ അതാണ് ബാറ്റ്ലോ. അവിടെ ഇതിൻ്റെ സൈഡിൽ നല്ല സ്ട്രീറ്റാണ് നടക്കാനൊക്കെ. ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ നടക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റാറൊക്കെ ഉണ്ട്. നല്ല രാത്രിയായിരിക്കും. ക്രിസ്മസ് ലൈറ്റൊക്കെ രാത്രി നല്ലതായിരിക്കും. ഞങ്ങൾ ഇവിടുത്തെ ഒരു പോപ്പുലർ സ്ക്വയറിൽ വന്നേക്കണതാണ്, പ്ലാക്ക ഡി കറ്റലോണിയ. നിറച്ച് ഈഗിൾസ് അല്ല ഡൗസാണ് ഇവിടെ. ഓ എന്തോരാ.
അവർ ഫുഡ് കൊടുക്കണോണ്ട് എല്ലാവരും അവരുടെ അടുത്താണ്. ഞങ്ങൾ പ്ലാസ കറ്റലിനോണിയ ഒക്കെ കണ്ടിട്ട് ഇനി പയ്യെ ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങളിവിടെ കണ്ടൊരു പ്രത്യേകതയാണ് ഈ റാംബ്ലാന്ന ഈ സ്ട്രീറ്റിന് പേര്. റാംബ്ലാന്ന സ്ട്രീറ്റ് എന്നായിരിക്കും ചിലപ്പോൾ അർത്ഥം. പക്ഷേ നടുക്ക് ആൾക്കാർക്ക് ഭയങ്കര സ്ഥലം നടക്കാൻ. സൈഡിലാണ് കാറ് പോകാൻ, സൈഡിൽ അവിടെയും അപ്പുറത്തും കാറിന് പോകാൻ സ്ഥലം. പക്ഷേ നടുക്ക് ആൾക്കാർക്ക് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം. റാംബ്ല. അപ്പോൾ കുറേ റാംബ്ല സ്ട്രീറ്റ്സ് ഉണ്ട്. വലിയ സ്ട്രീറ്റാണ് നടക്കാൻ. ഇത് ബാർസലോണ കത്തീഡ്രൽ. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന സ്ഥലം, ഇന്ന് രാവിലെ വന്നതാണ്. ഇതൊരു 15th സെഞ്ച്വറി മാൻഷനാണ്. പഴയ ബിൽഡിങ്ങും കോർട്ട്യാർഡും. ഞങ്ങളിങ്ങനെ ഗോത്തിക് ക്വാർട്ടേഴ്സിൽ കൂടെയൊക്കെ നടക്കണതാണ്. ഒരു ഫേമസ് സ്ഥലമാണ് പോണ്ടെ ബിസ്ക്. രണ്ട് ബിൽഡിങ്ങിനെ ലിങ്ക് ചെയ്യണ ഒരു ബ്രിഡ്ജ് മാതിരി സ്ഥലം. ഞങ്ങളിങ്ങനെ ഗോത്തിക് ക്വാർട്ടേഴ്സിൻ്റെ പല സ്ഥലത്തേക്കാണ് നടക്കണതാണ്. നല്ലൊരു മിഡീവൽ ഇതിൻ്റെ ലുക്കാണ്. അവിടെയൊക്കെ കുറച്ച് ഗ്രീൻ.
അങ്ങനെ ഞങ്ങൾ രാത്രി വീണ്ടും ഗൗഡീനെ കാണാൻ വന്നേക്കണയാണ്. ഗൗഡിയുടെ കാസ മില്ല ആ ബിൽഡിങ്ങാണ്. നല്ല സ്ട്രീറ്റ് ലൈറ്റൊക്കെയാണ് കണ്ട, ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ കണ്ടില്ലേ ബാക്കിൽ. നല്ല ലൈറ്റുകളാണ് ഇവിടെ. റോഡിലേക്ക് നോക്കി കാണാം, നല്ല ക്രിസ്മസ് ലൈറ്റൊക്കെ. ത്രൂ ഔട്ട് ദ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടേക്കാണ്. അടുത്ത ഗൗഡിയുടെ കാസ ബാറ്റ്ലിയോ ഞങ്ങൾ രാത്രി കാണാൻ വന്നതാണ്. നമ്മളെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി. നല്ല തിരക്കാണ് ഇവിടെ. നടക്കാം. ടൈമിലാണ് നമ്മൾ ലൈറ്റൊക്കെ ഉള്ള സമയം. നമ്മൾ രാവിലെ വന്നാൽ പക്ഷേ ലൈറ്റ് കാണാൻ വേണ്ടി ഒന്നുകൂടി വന്നു. ഞങ്ങളിന്ന് ഫ്രൈഡേ December 6th ഇന്ന് ഞങ്ങൾ പാർക്ക് വെല്ല് വന്നേക്കണതാണ്. ഇതൊരു പാർക്കാണ്. ഇതും ഡിസൈൻ ചെയ്തേക്കണത് ആൻ്റണി ഗൗഡിയാണ്. എല്ലാം യുണീക്കാണ് ഈ കുറേ കൺസ്ട്രക്ഷൻ ഈ പാർക്കിൽ. ഇങ്ങനെ കുറേ പില്ലറും പാർക്ക് വെല്ലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നൊരു വ്യൂ ആണ്. നല്ല സിറ്റിയൊക്കെ ആണ് അവിടെ. ബിൽഡിംഗ് ബാർസലോണ ഫുൾ സിറ്റി കാണാം. അപ്പുറത്ത് ഓഷനാണ്. ഞങ്ങൾ ഇന്നലെ പോയ പള്ളി സഗ്രഡ ഫാമിലി. അങ്ങനെ പാർക്ക് വെല്ല് ഇതൊരു ഫേമസ് ആണ്. ഈ സ്ഥലങ്ങൾ എന്താ പുറയിലെ വീട്, ബെഞ്ച്, യുണീക്ക് ആർക്കിടെക്ചറിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ദ ഏരിയ ഇങ്ങനെ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഓൾ ദ വേ അങ്ങോട്ട് ബെഞ്ച്. പിന്നെ ആ മുകളിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങി വന്നത്. അങ്ങനെ പാർക്ക് വെല്ല് ഒക്കെ കറങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ പോകാൻ പോകണം. അപ്പോൾ നല്ല തിരക്കായി.
ഞങ്ങളുടെ ഹോം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണതാണ്. മാഡ്രിഡിലേക്ക് പോകാനായിട്ട് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. ബാർസലോണ സാൻസ് ആണ് മെയിൻ ട്രെയിൻ സ്റ്റേഷൻ. സബ്വേ വന്നുണ്ട്. ചാടിക്കയറട്ടെ. ഞങ്ങൾ ബാർസലോണ ട്രെയിനിൽ കയറാൻ പോണതാണ്. കോച്ച് 3 ആണ് ഞങ്ങൾ. കോച്ച് 3 നോക്കണതാണ്. കോച്ച് 3 ആണോ? കോച്ച് 3 പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓൾമോസ്റ്റ് 300 km/h സ്പീഡാണ്. ഈ ട്രെയിനിൻ്റെ പേര് ആവലോ. ഇന്ന് December 6th ഫ്രൈഡേ വൈകുന്നേരം ഞങ്ങൾ മാഡ്രിഡിലെത്തി. ബാർസലോണ ട്രെയിൻ കയറി. ഞങ്ങൾ റോയൽ പാലസ് ഓഫ് മാഡ്രിഡാണത്. റോയൽ പാലസിൻ്റെ അവിടെ തന്നെയാണ്. നിറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടുന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നിറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ കുറേ ലൈറ്റ്, ഇവിടെ കുറേ ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ, അങ്ങനെ ഭയങ്കര തിരക്കാണ് ഈ സ്ഥലം. നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് സാന്റ മറിയ അൽമുദേന പള്ളിയാണ്. സാന്റ മറിയ അൽമുദേന. ഇവിടെ കാണാം റോയൽ പാലസ് ഓഫ് മാഡ്രിഡ് പടച്ചേക്കനെയാണ്. ആൻഡ് സാന്റ മരിയ കത്തീഡ്രൽ. ഇത് പ്ലാസ മേയറാണ്. നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്ക്. നല്ലൊരു ട്രീ ഉണ്ട് പുറയിൽ. പക്ഷെ നല്ല തിരക്കാണ്. എന്താ അകത്തൊരു ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്. ഞങ്ങളിന്ന് സാറ്റർഡേ രാവിലെ December 7th മാഡ്രിഡിൽ ഞങ്ങളുടെ റൂമിൽ നിന്നാണിത്. ഒരു സ്ക്വയറാണ് അവിടെ തന്നെ.
വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. രാത്രി ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 2 ബാൽക്കണി ഉണ്ട്. ഞാനൊരു സൈഡിൽ അശ്വതി വേറെ സൈഡിൽ. ഇവിടെ രാവിലെ ആൾക്കാർ പയ്യെ എനിക്കണുള്ളൂ. 9 മണി ആയിട്ടും ഒട്ടും തിരക്കില്ല. ഇന്നലെ ഇവിടെ നടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്ര തിരക്കായിരുന്നു. ഇവിടെ ഒരു വഴിയുണ്ട്, അങ്ങോട്ടേക്ക് കുറച്ച് വീടുകളും കടകളൊക്കെ ആയിട്ട്. ഞാനിവിടെ നിൽക്കണം, അശ്വതി അവിടെ ഉണ്ട്. ഇവിടുത്തെ റൂമാണ്. ഇതിൻ്റെ പേര് സ്പാനിഷ് റൂം. ഈ എയർബിഎൻബിയിൽ ഒരു 7 റൂം എന്നുണ്ട്. പല കൺട്രീനെ ബേസ് ചെയ്താണ് റൂം. ഞങ്ങൾക്ക് ഇട്ടേക്കണ സ്പാനിഷ് റൂം. എല്ലാം സ്പാനിഷ് ഹിസ്റ്ററിനെ പറ്റിയുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ട റൂം. എല്ലാ കാര്യങ്ങളും, എല്ലാ പിക്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വലിയ റൂമാണ്, നല്ല ഹൈ സീലിംഗ് ഒക്കെ, കുറച്ച് പഴയ സ്റ്റൈല്, പക്ഷെ നല്ലതാണ്. ഇരിക്കാനൊരു സോഫയും ബെഡും ഉണ്ട്. ഞങ്ങൾ കിടക്കണം. അതിൻ്റെ മുകളിലുണ്ടല്ലേ വലിയൊരു മാപ്പാണ്. ഇനി കൊള്ളാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണേ രാവിലെ. സാറ്റർഡേ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല. ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഇവിടുന്നൊരു സാൻ ജിൻസ് ചോക്ലേറ്റ് ഏരിയ എന്ന് ഞങ്ങൾ ചൂരോസ് കഴിക്കണതാണ്. ചൂരോസും ചോക്ലേറ്റും അകത്ത് ഇരിക്കാൻ ഭയങ്കര ലൈനായതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഫേമസ് സാധനം. എന്താ ചോക്ലേറ്റ്, എൻ്റേത് ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് ഇതിനകത്ത് ഹോട്ട് ചോക്ലേറ്റിനകത്ത് ചൂരോസ് അത് കഴിക്കണം. ഞങ്ങൾ കഴിക്കണ സ്ഥലം ഉണ്ടോ, പ്ലാസ മേയറാണ്. ഇത് ഇവിടുത്തെ ഒരു ഹ്യൂജ് പ്ലാസയാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് സ്റ്റോൾസൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ലാമ്പ് പോസ്റ്റിന് അവിടെ ഇരുന്നാണ് കഴിക്കണത്. ഇവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് പുറയിൽ. ഇതാണ് സ്ക്വയറിനകത്തേക്കൂടെ നടക്കണതാണ്, പ്ലാസ മേയർ സ്ക്വയറിൽ. ഇവിടെ ഒരു വലിയൊരു ടീമുണ്ട് ഇതിനപ്പുറത്ത്. കുറേ ഗവൺമെൻറ് ബിൽഡിങ്ങും ഒക്കെയാണ്. ഒക്കെ ഗൂഗിൾ നോക്കി കണ്ടുപിടിക്കണം എന്താണെന്ന്. ഞങ്ങൾ ചൂരോസും ചോക്ലേറ്റും കഴിച്ച് ഇനി അടുത്തത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് കഴിച്ചാലോ എന്ന് ആലോചിക്കണേ. അപ്പോൾ ഇതിലെ ഫേമസ് എല്ലാം കണ്ടുപിടിക്കണം ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച്. ഓക്കെ, ബൈ. ഞങ്ങൾ അടുത്ത സ്ക്വയറിൽ വന്നേക്കണതാണ് മാഡ്രിഡിൽ, പോർട്ട ഡെ സോൾ. ഇതൊരു വലിയ സ്ക്വയറാണ്. രാവിലെ ഒരു 9:30 കഴിഞ്ഞ് നല്ല നിറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നല്ല സ്ക്വയറാണ്. ആൾക്കാർ നടക്കലും കടകളും അതൊക്കെ. ഞങ്ങൾ ഇതൊക്കെ ചെറിയ കാറ്റുണ്ട്. ഒരു സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ച് തീർത്തുകൊണ്ടിരിക്കണം. ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് കണ്ടോ, നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ. രാത്രി ഇവിടെ വന്നം. ഇവിടെ ഇന്നലെ രാത്രി വന്നില്ല, അപ്പോൾ രാത്രി നല്ല തിരക്കായിരിക്കും. രാത്രി വന്നം. അങ്ങനെ ആൾക്കാരൊക്കെ നടപ്പുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ കുറച്ച് നേരം നടന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. നല്ലൊരു സ്ഥലമാണ്, ഒരു ജംഗ്ഷൻ പോലെ. ട്രീയും കാണാം. ഇതാണ് പ്ലാസ ഡി സിബിലസ്, ഇവിടുത്തെ സിറ്റി ഹാൾ. അതൊക്കെ ഇത് മാഡ്രിഡിൻ്റെ ഒരു സിമ്പിളായിട്ട് പറയും ഈ സ്ഥലം. ഇവിടുത്തെ ഇതൊക്കെ സ്റ്റൈലൊക്കെ മാഡ്രിഡിൻ്റെ ഒരു ഇതാണ്. മുകളത്തെ സിറ്റി ഹാൾ. ഇവിടെ ഒരു സ്ക്വയർ പോലത്തെ സ്ഥലമാണ്. ചുമ്മാ കുറച്ച് നേരമൊക്കെ ഇരിക്കാം, പിന്നെ നടക്കാം. ഒരു പാർക്ക് പോലെയൊക്കെ. ഞങ്ങൾ ആ സൈഡിലേക്ക് പോകാം. നല്ലൊരു നടക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പാർക്ക് പോലെയൊക്കെ. പ്ലാസ ഡി സിബിലിസ് കഴിഞ്ഞ് ഞങ്ങൾ നടക്കണതാണ്. നല്ലതാണ് ഇവിടെ സ്ഥലം. അപ്പുറത്തപ്പുറത്തും വണ്ടിയൊക്കെ പോകണം. പക്ഷെ നടക്കേക്കൂടെ നല്ല മരമൊക്കെ വെച്ചിട്ട് നമുക്ക് നടക്കാനുള്ള സ്ഥലം.
മാഡ്രിഡ് ബസ് ടൂർസ് പോകാനുള്ള വണ്ടിയാണ്. മുകളിലേക്ക് ഇരുന്ന് പോകാൻ ഞങ്ങളെന്തായാലും എടുത്തില്ല. ഞങ്ങൾ നടന്നൊക്കെ തന്നെ സ്ഥലം കാണുന്നു. ഞങ്ങൾ അടുത്ത സ്റ്റോട്ട് ഒരു പള്ളിയിലേക്ക് പോകണതാണ്. ആ പള്ളിയാണ് സെൻറ്റ് ജെറോമാന്ന് തോന്നുന്നു. ഞങ്ങൾ സെൻറ്റ് ജെറോം പള്ളിയിൽ വന്നേക്കണതാണ്. ഒരു പള്ളിയാണ്. അകത്തേക്ക് പോയി നോക്കട്ടെ. ഞങ്ങളിവിടെ റിട്ടീറോ പാർക്കിൽ വന്നേക്കണതാണ്. മാഡ്രിഡിലെ ഭയങ്കര ഫേമസ് പാർക്കിൽ ഇവിടെ ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കുറേ നടക്കണില്ല, കുറച്ചൊന്ന് ടച്ച് ചെയ്തിട്ട് കുറേ യുണീക്ക് സാധനങ്ങളും യുണീക്ക് മരങ്ങളും. ആ മരം കണ്ട യുണീക്ക് മരങ്ങളൊക്കെ. റിട്ടീറോ പാർക്ക് നല്ല വെയിലൊക്കെ ആയിരുന്നു, തണുപ്പൊക്കെ കുറഞ്ഞു. ഞങ്ങൾ റിട്ടീറോ പാർക്കിലെ ഒരു ലേക്കിലാണ്. അവിടെ ഒരു അൽഫോൺസോ മോണിമെൻ്റാണ് അവിടെ കാണുന്നത്. അങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ ഇരിക്കണതാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ ബോട്ടിങ്ങും പിന്നെ ഒരു നല്ല കാഴ്ച. ഇവിടെ കുറേ മീനുണ്ട്. വലിയ വലിയ മീനുകളാണ്. ആൾക്കാർ ഫുഡ് കൊടുക്കണോണ്ട് ഞങ്ങൾ റിട്ടീറോ പാർക്കൊക്കെ ഇറങ്ങി ഞങ്ങളിനിയും വീടിന് അങ്ങോട്ടേക്ക് ഒരു ടൊളീഡോ ഗേറ്റ് ഉണ്ട്, ഒരു ആർച്ച് പോലെ സ്ഥലം. അങ്ങോട്ടേക്ക് പോണതാണ്. അപ്പോൾ ഞങ്ങൾ സബ്വേ എടുത്ത് പോണതാണ്. ട്രെയിൻ സബ്വേ സ്റ്റേഷനിൽ വെയിറ്റ്. ഞങ്ങളുടെ ട്രെയിൻ അവിടെ നിന്നാണ് വരണം. റെഡ് ലൈനാണ്. തിരക്കുണ്ട്. കയറാം. ഞങ്ങൾ ടൊളീഡോ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. പണ്ട് ബിൽഡ് ചെയ്തൊരു ഗേറ്റാണ്. ആരുടെയോ കിങ്ങിൻ്റെ ഓണറിന്. ഇനിമേ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഇവിടെ എത്തി. ഇനിയും ഇവിടെ നാട്ടിൽ ഡെസ്റ്റിനേഷൻ നടന്നു പോകുന്നത്. ഞങ്ങൾ ഗ്രാൻഡ് വിയെ കൂടെ നടക്കണതാണ്. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. മനുഷ്യരവിടെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഒരു ചന്തയ്ക്കുള്ള ആൾക്കാരുണ്ട്. ആൾക്കാർ ഡോജ് ചെയ്ത് നടക്കണം, അല്ലെങ്കിൽ ഇടിച്ച് നമ്മൾ പീസാവും. കുറേ കടകൾ, ഷോപ്സ്, ഡിസൈനർ വെയർ, റെസ്റ്റോറൻറ്റ്സ്, ബസ് സ്റ്റോപ്പ്. ആൾക്കാരൊക്കെ എങ്ങോട്ടാണ് പോണേന്ന് ആർക്കും പറഞ്ഞൂടാ. അപ്പുറ സൈഡ് കണ്ട. എനിവേ ഞങ്ങളും എല്ലാവരുടെയും കൂടെ നടക്കണം. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങൾക്കിവിടെ ഒരു പ്ലാസ ഉണ്ട്. അവിടെ ഒരു ക്രിസ്മസിൻ്റെ ഒരിതും ഒരു ട്രീയും ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ഷോപ്സൊക്കെ